നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ടെസ്റ്റ് പരമ്പരകളുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണ് ഇടമില്ല എന്നാണ് ആ വാർത്ത. ഋഷഭ് പന്തിന് പകരം ഇഷാൻ കിഷനാണ് ഏകദിന ടീമിൽ ഇടം നേടിയിരിക്കുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിന ടീമിൽ തുടരുകയും ചെയ്യുമെന്ന വാർത്തകളുണ്ട്. അത് ഒരുപക്ഷെ ആരാധകർക്ക് വലിയ ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന വാർത്തയാണ്. പക്ഷേ മലയാളികൾക്ക്, സഞ്ജു സാംസന്റെ ആരാധകർക്ക്, പ്രത്യേകിച്ച് സഞ്ജു വളരെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷം വരുന്ന ഒരു ടീം സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ വീണ്ടും സഞ്ജുവിനെ ഇങ്ങനെ ബെഞ്ചിലിരുത്തുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്ക് കൂടുതൽ അനിൽ വാസ്തവ അല്പസമയത്തിനകം ചേരുമെന്നാണ്. എന്തായാലും ഇന്ത്യൻ സ്ക്വാഡിന്റെ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. BCCI അതിൽ ഋഷഭ് പന്തിനെ ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നൊരു വാർത്ത കൂടി ഉണ്ട്. KL രാഹുൽ ആയിരിക്കും പുതിയ വൈസ് ക്യാപ്റ്റൻ. ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ KL രാഹുൽ ആയിരിക്കും. ഒപ്പം തന്നെ ഈ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതിന് അനുസരിച്ചായിരിക്കും രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക വൺ ഡേ ടീമിലേക്ക് എന്ന കാര്യം കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ സഞ്ജു സാംസണ് ടീമിൽ ഇടം കിട്ടിയിട്ടില്ല എന്നത് വലിയ നിരാശ ഉണ്ടാക്കുന്നതാണ്, പ്രത്യേകിച്ചും മലയാളികൾക്ക്, ക്രിക്കറ്റ് ആരാധകർക്ക്. പലപ്പോഴും ടീമിൽ ഇടം കൊടുത്തിട്ട് ബെഞ്ചിലിരുത്തിയ ആ ഒരു സന്ദർഭങ്ങളുണ്ട്. അതിനുശേഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിനെ ഇത്തവണ ടീമിൽ ഇടം പോലും കൊടുത്തിട്ടില്ല എന്നതാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എന്തായാലും പന്തിന്റെ പണി പോയി എന്ന ആ ഒരു ടൈറ്റിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ടീം ഏത് രീതിയിലാണ് അഫ്ഗാനിസ്ഥാനെതിരെ അവരുടെ പ്രകടനം, അതിനുശേഷമായിരിക്കാം ചിലപ്പോൾ ഈ സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളൊക്കെയും വരാൻ സാധ്യത.